ഇത് വീട്ടിൽ വെച്ച് സോപ്പിൻ്റെ കാര്യമായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോപ്പ് വെച്ച് കൈ പതിപ്പിച്ച് നോക്കി, നടന്നില്ല, പതയൊട്ടും വന്നില്ല. എന്നിട്ട് താഴെ വന്നിട്ടും തോട്ടി വന്നിട്ടും വീണ്ടും പതയുണ്ടോയെന്നൊക്കെ നോക്കുകയാണ്. പതയുണ്ടോ നോക്കി തോട്ടി വന്നിട്ടും കയ്യിൽ ഇങ്ങനെ പതപ്പിച്ച് നോക്കി, പതയൊന്നും വന്നൊന്നുമില്ല. പക്ഷേ ഞാനതിട്ട് തന്നെയാണ് കുളിച്ചത്. മണ്ടയ്ക്കൂടെ അതിൻ്റെ സോപ്പ് ഇട്ടതിന് ശേഷം വേറൊരു സോപ്പ് കൂടെ ഉപയോഗിച്ചതേ ഉള്ളൂ. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. കാരണം സോപ്പ് ഇട്ടതിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്, പതയില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ലൂഫയിലെടുത്ത് തേച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് ദേഹത്തൊക്കെ സോപ്പാകുന്ന പോലെ ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, ഉപയോഗിച്ച് തീർക്കണം. എനിക്ക് നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയത് വെറുതെ എടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എൻ്റെ കളയുന്ന പരിപാടി എൻ്റെ ചരിത്രത്തിലേ ഇല്ല. എന്ത് സാധനമാണേലും ഞാനത് തീർക്കും, വെച്ചുകൊണ്ടിരിക്കത്തുമില്ല കേട്ടോ. പിന്നെ ഇട്ടായിരുന്ന ഹെയർ പാക്ക് ഇടുവാണ്. ഞാനാണെങ്കിൽ ഇതും തോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതുണ്ട്, ഞാൻ ഈ മുടി പുറമ്പോട്ടിട്ടപ്പം നമുക്ക് മനസ്സിലാവത്തില്ലേ മുടിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, അറ്റത്തോട്ട് വരുമ്പോൾ ഒട്ടും ഉള്ളില്ലാത്ത കൂട്ടാണേ. ആ മുടിയെ മൊത്തം ഞാനിങ്ങനെ തേച്ച് പിടിപ്പിക്കും, അറ്റം വരെയും ആ പായ്ക്ക് തേച്ച് പിടിപ്പിക്കും. ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നേ പുള്ളിക്കൂടെ ഷെയർ ചെയ്യും. ഞങ്ങൾ രണ്ടെല്ലാവരും ഷെയർ ചെയ്തുള്ള പരിപാടിയാണ്. ഞാൻ എന്ത് ഹെയർ പാക്കോ മുഖത്തിടുന്ന പാക്കോ എന്തുണ്ടാക്കിയാലും അവരെയും ചെയ്യുക. അവിടെ തന്നെ മുഖത്തൊക്കെ ഇട്ട് കൊടുക്കും. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ നിങ്ങൾക്കൂടെ കാണിച്ചു തരുന്ന ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പ്രയോജനം കിട്ടില്ല. ഓരോരുത്തരുടെ ചർമ്മത്തിൻ്റെ രീതി അനുസരിച്ച് അവർക്ക് എല്ലാം ഒന്നും എല്ലാവർക്കും സ്യൂട്ട് ആവത്തില്ല. അപ്പം ഞാനിത് ചെയ്യുന്നത് ചിലതും ഇതിൽ ഒന്നായിരിക്കും എനിക്കും ശരിയാകുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ പലത് ചെയ്ത് നോക്കും. ഓരോ ദിവസവും ഓരോ പായ്ക്കായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് സ്ഥിരമായിട്ടൊരു പായ്ക്കൊന്നും ഇല്ല. കാരണം ഇന്ന് വരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല എനിക്ക് ഏതാ ശരിയാകുന്നത്. പക്ഷേ കുറേ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മുടി പൊഴിച്ചിലൊക്കെ കുറയുന്നുണ്ടായിരുന്നത് എനിക്കൊരു സമാധാനമാണ്. പിന്നെ അത് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് കയറിപ്പോകുന്ന ഒരു വഴിയാണ്. മഴയൊക്കെ പെയ്ത് മഴക്കാലം ആയതുകൊണ്ടാണ് ഇത് ഇപ്പം ഇങ്ങനെ കാടായിട്ട് കിടക്കുന്നത്. എന്നാലും വഴിയുണ്ട്. കാരണം എല്ലാവരും ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും ഇവിടെ തോട്ടിൽ തന്നെ വന്നാണ് കുളിക്കുന്നത്. ഞങ്ങളുടെ തന്നെ പറമ്പിൻ്റെ താഴെയാണ് തോട് ഒഴുകുന്നത്. അതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് ആരും കയറുമെന്നുള്ള പേടിയൊന്നും വേണ്ട. രണ്ട് സൈഡും കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പേടിയൊന്നും ഇല്ല. രണ്ട് സൈഡിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് കയറി നേരെ എൻ്റെ വീട്ടിലോട്ട് ചെല്ലും. അധികം ദൂരമൊന്നുമില്ല. 2 വീടിന് താഴെ തോട ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 6 മണി സമയത്ത് നമ്മൾ തോട്ടിൽ പോയി കുളിക്കാറൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇരുട്ടൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. നല്ല അവിടെ പോയി കുളിച്ചാലാണ് ഞങ്ങൾക്ക് ഒരു സമാധാനം ആകുന്നത്. തോട്ടിൽ പോയി കുളിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പിള്ളേരെ അങ്ങനെ കൊണ്ടുപോകത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ തോട്ടിൽ പോയി കുളിച്ചതിന് ശേഷം നനഞ്ഞ മുടിയിൽ നോക്കിയപ്പോൾ നല്ല അടുപ്പുണ്ട്. പക്ഷെ പിറ്റേ ദിവസമായിട്ടുള്ള അവസ്ഥ ഇതാണേ. പിറ്റേ ദിവസമായപ്പോൾ മുടി പഴയതുപോലെ ആയിട്ടുണ്ട്. എന്നാലും ഈ മുടി പൊഴിയാതിരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം. അതിൻ്റെ ഇങ്ങനെ കിടക്കുമ്പോൾ തലയിട്ടും കൂടെ തെളിഞ്ഞ് നിൽക്കുമ്പോൾ വല്ലാതെ സങ്കടം വരെ അവസ്ഥയാണ്. പക്ഷേ